എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ആദ്യം ഒരു മൂവ്മെൻറ്റിനൊരു ഫ്രീഡം കിട്ടിയത് എന്ന് പറയുന്നത് സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. എല്ലാ കുട്ടികളെയും പോലെ 3 ചക്രമുള്ള സൈക്കിൾ ആണ് എനിക്ക് ആദ്യം ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ കളിപ്പാട്ടങ്ങളുടെ കൂടെ എൻ്റെ ഒരു സോളിഡ് കമ്പാനിയനായിരുന്നത് എൻ്റെ ട്രൈസൈക്കിളായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞാൻ. അതായത് പച്ചക്കറി വാങ്ങിച്ച് അമ്മയ്ക്ക് അടുക്കളയിൽ കൊണ്ടു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി മുത്തശ്ശന് കൊടുക്കുക, മുത്തശ്ശിക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ അന്നേ പതിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടും ബൈസിക്കിൾ 2 വീലുള്ള സൈക്കിൾ എന്നുള്ളതിലൊരു ഗ്രാജുവേഷൻ, ഒരു പ്രൊമോഷനൊക്കെ വന്നു. അപ്പോൾ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, എന്നാൽ അതൊരു വാശിയായിരുന്നു സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം എന്നുള്ളത്. ആദ്യം ഒരു ലേഡീസ് സൈക്കിളാണ് ഞാൻ യൂസ് ചെയ്തത്, അച്ഛൻ എനിക്ക് വാങ്ങി തന്നത്. അതും ലിമിറ്റ്സ് ഉണ്ടായിരുന്നു, വീടിൻ്റെ ഒരു ഇത്ര റേഡിയസിലേ പോകാൻ പാടുള്ളൂ എന്നുള്ള. അപ്പോൾ ആ ഒരു എഗെയിൻ ഞാൻ ആ മൂവ്മെൻറ്റ് എന്നുള്ളൊരു പോയിൻ്റ് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ ആസ്വദിച്ച് ശരിക്കും. ആ ഒരു ബമ്പി റൈഡ്, ആ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ആ ഒരു ഇൻഡിപെൻഡൻസ് ശരിക്കും, അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ആ ഇൻഡിപെൻഡൻസ് എന്നുള്ള തോന്നലൊക്കെ മേ ബി വന്നിട്ടുണ്ടാവുക. അത് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ചെറിയ സൈക്കിളിൽ നിന്ന് പിന്നെ വലിയ സൈക്കിളിലേക്ക്, വലിയ ഫ്രെയിമിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യുമല്ലോ. അന്നേരം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടൊരു ജെൻസ് സൈക്കിളാണ് പ്രിഫർ ചെയ്തത്. കാരണം എനിക്ക് കുറച്ചും കൂടി ഒരു സ്പോർട്സ് ഫീലിംഗ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനങ്ങനൊരു ഞാനൊരു പെൺകുട്ടിയാണെന്നുള്ളൊരു ബോധത്തിലൊന്നും ആയിരുന്നില്ല. ഐ വാസ് മോർ ഓഫ് എ ടോം ബോയ്, ഐ തിങ്ക്. ഞാൻ ഒറ്റ മകളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അപ്പം അതിൻ്റെ ഒരു ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് യങ് ഗേൾ ആയിട്ട് വളർന്നു വരാനുള്ള എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളായിരുന്നു കൂടുതലും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നത്. അപ്പം സൈക്കിൾ എന്നെ ഒരുപാട് എനേബിൾ ചെയ്തിട്ടുണ്ട് കറങ്ങി നടക്കാനും. ചെറിയ ചെറിയ ദൂരങ്ങളാണെങ്കിലും എനിക്കതിപ്പം ആലോചിക്കുമ്പോൾ ഒരു കഷ്ടി 1 കിലോമീറ്ററൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ആ 1 കിലോമീറ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയ കാര്യമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിത്വത്തിനെ ഷെയ്പ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണല്ലോ. അപ്പം ഇതൊക്കെ ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇതിലൂടെ തന്നെ സൈക്കിളിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ പലപ്പോഴായിട്ട് എനിക്ക് സൈക്ലിംഗ് ഒരു ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ MBA പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2018 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതെൻ്റെ ടൂറിസം ബിസിനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. അത് മാറി എല്ലാം ശരിയാവുമെന്ന് തോന്നി തുടങ്ങുമ്പോഴേക്കും 2018 ഫ്ലഡ് സംഭവിച്ചു. അത് പിന്നെ 19 ഫ്ലഡിലേക്ക് വരെ നീങ്ങി. അപ്പോൾ ഈ 3 ഇൻസിഡൻസ് എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അതോടുകൂടി ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. തകർന്നു എന്ന് എനിക്ക് അന്ന് തോന്നിയിരുന്നില്ല, പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരുപാട് പ്ലാൻ ചെയ്ത് ആ പ്ലാന് അതേപടി നടപ്പിലാക്കി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു പ്ലാനും നടക്കാതെ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ കടന്നു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ വന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ കൊറോണയായിരുന്നു. ലോകത്തിൽ എല്ലാവരും വീടിനകത്ത് അടച്ച് പൂട്ടി ഇരിക്കുക എന്നുള്ളതൊന്നും ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യത്തിലൂടെ അങ്ങ് കടന്നു പോയപ്പം അതൊരു കലാശക്കൊട്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ നോക്കുമ്പം ദാറ്റ് വാസ് ദ ഡെത്ത് ഓഫ് എൻ ഓൺട്രപ്രണർ ഇൻ മീ. നല്ല ഫ്രണ്ട്സ്, നല്ല നല്ല മനുഷ്യർ, ഇതാണ് അന്നേരം എന്നെ ആ ഒരു സീനിൽ നിന്ന് കരകയറാൻ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എന്നിലുള്ള കോൺഫിഡൻസ് അങ്ങ് ബ്രേക്കായിപ്പോയി. ഞാൻ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്ന എല്ലാം ഫ്ലോപ്പ് ആവുകയാണല്ലോ. കാരണം കൊറോണ 2020 അതിൻ്റെ പീക്കിലേക്ക് പോയതെങ്കിലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ തോൽവികൾ തുടങ്ങിയത് 2018. അപ്പോൾ
നമ്മളെ തീരുമാനങ്ങൾ മുഴുവൻ തെറ്റുക, നമ്മൾ ചെയ്യുന്ന ഒന്നും ഗതി പിടിക്കാതെ വരിക എന്നുള്ള സംഗതി എന്നെപ്പോലെ ഒരാൾക്കത് വലിയൊരു അറ്റാക്ക് തന്നെയാണ് മനസ്സിൻ്റെ പുറത്ത്. അപ്പോൾ ഫ്രം ബാഡ് ടു വേഴ്സ് പോയ കാര്യങ്ങൾ അവസാനം എത്തിച്ചെന്നത് എന്നെ എന്തിനു കൊള്ളും എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ അങ്ങ് ഉറച്ചു. അപ്പം ആ അവസ്ഥ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഐ എം ഗുഡ് ഫോർ സംതിങ്, പക്ഷെ അതെന്താണെന്ന് ഞാൻ റീഡിസ്കവർ ചെയ്യേണ്ട അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു. സോ ആ ഒരു പോയിന്റിലാണ് ഒരു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് മൈൻഡിൽ തോന്നിയത്. പാരലലി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നല്ല മനുഷ്യരാണ് നമ്മളെപ്പോഴും നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് സൈക്ലിംഗ് റീഇൻട്രൊഡ്യൂസ് ചെയ്തു എൻ്റെ ലൈഫിൽ. അപ്പം കുട്ടികളും വീട്ടിലത്തെ സിറ്റുവേഷനും എല്ലാം വെച്ചിട്ട് സൈക്ലിംഗ് അങ്ങ് മറന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഏകദേശം. അപ്പോൾ വീണ്ടും സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. മീൻവൈൽ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് താമസം മാറുന്ന ഒരു സിറ്റുവേഷനും കൂടെ വന്നിരുന്നു. അപ്പം എനിക്ക് പ്രകൃതി വിട്ടിട്ടുള്ളൊരു കളി ഇല്ല. ഇപ്പോൾ വയനാട്ടിലെ ഈ മലകളും ഇത്രയും മരങ്ങളും പക്ഷികളും മൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെ സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞ 2023 എനിക്ക് തോന്നുന്നു ജൂലൈയിലൊക്കെയാണെന്ന് തോന്നുന്നു, ഞാൻ വീണ്ടും സൈക്കിള് കയ്യിലെടുത്തു. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എല്ലാം വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്യലായിരുന്നു. ഞാൻ കൂടുതൽ എനിക്ക് പൊതുവെ എല്ലാത്തിനെക്കുറിച്ചും നന്നായി റിസർച്ച് ചെയ്യുന്നത് ഇഷ്ടമാണ്. എൻ്റെ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ മാക്സിമം റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ സൈക്കിളിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ കൂടുതൽ എൻ്റെ സോഷ്യൽ മീഡിയ ഫീഡ് വന്നത് സൈക്കിൾ ടൂറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ബൈക്ക് പാക്കിങ്ങിനെ പറ്റി കൂടുതൽ വായിക്കാനും കൂടുതൽ ആളുകൾ പരിചയപ്പെടാനും ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തോന്നി എന്തുകൊണ്ടൊരു ബൈക്ക് പാക്കിംഗ് ചെയ്തുകൂടാ. കാരണം എൻ്റെ ഫോക്കസ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ടൂറിസം ഒരുപാട് സഡൻ ചേഞ്ചസ് വരുന്നൊരു ഇൻഡസ്ട്രിയാണ്. പലരും വളരെ നന്നായി തിരിച്ചു വരുന്നുണ്ട്, പലരും ഈ ഇൻഡസ്ട്രി വിട്ടുപോയവരുണ്ട്. ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു യാത്രയിലൂടെ തന്നെ എനിക്ക് റിക്കവർ ആയിക്കൂടാ എന്നുള്ള ഒരു തോന്നൽ വരും. മറ്റത് എൻ്റെ സാഹചര്യം വെച്ചിട്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണ് സൈക്കിളിൽ ഒരു ദൂരം പോവുക എന്നുള്ളത്. ബട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയുന്നത് തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്താനുള്ളതിൻ്റെ ഫോഴ്സ് എന്താണെന്ന് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതർവൈസ് നമ്മുടെ നാട്ടിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ അത്ര എളുപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ചും എൻ്റെ ബൈക്ക് പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം. ഓഗസ്റ്റ് 4-ന് 2023 ഓഗസ്റ്റ് 4-നാണ് ഞാൻ എൻ്റെ ടൂറിംഗ് ബൈക്ക് വാങ്ങിക്കുന്നത്. ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാണ് എൻ്റെ സൈക്കിളും ഞാനുമായിട്ടുള്ള ബന്ധം.